ഇതിനകത്ത് കുറെ ആൾ പണക്കാരാവേണ്ടിയിരുന്നു. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാനൊരു കാരണം പറഞ്ഞത്, ഞാൻ ഭയങ്കര പലരും വിചാരിക്കും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഉള്ള ഒരാളാണെന്നല്ല, ഞാൻ ഭയങ്കര മടിയനാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, ഈ 30 വർഷം ജോലി ചെയ്ത് സമ്പാദിക്കേണ്ടത് എങ്ങനെ 5-10 വർഷം കൊണ്ട് സമ്പാദിച്ച് ആ 30 വർഷം എങ്ങനെ പൊളിച്ച് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, 42,000 ശമ്പളം വാങ്ങിക്കഴിഞ്ഞാൽ 25,000 രൂപ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? പ്രയാസമാണല്ലേ. ഇനി മാറ്റി വെക്കുകയാണെങ്കിലും ഒരു വർഷത്തിൽ 3 ലക്ഷം രൂപ ഉണ്ടാവും. 10 വർഷം പണിയെടുത്താലോ 30 ലക്ഷം രൂപ അല്ലേ. ഞാനൊരു 30 വർഷമൊക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ ഏൺ ചെയ്യാൻ പറ്റുക 80-90 ലക്ഷം രൂപ മാത്രമാണെന്നുള്ളൊരു തിരിച്ചറിവ്. ആ ഒരു തിരിച്ചറിവ് ഞാനിങ്ങനെ ആലോചിച്ചു. കുറെ പ്രായമായി, എന്നിട്ട് കുറെ പൈസ ഉണ്ടായിരുന്നു. കാര്യമുണ്ടോ? ഉണ്ടോ? എന്ത് കാര്യമില്ലേ, നമ്മളെ മക്കൾ അടിച്ചു കൊടുക്കും, നമ്മൾ സൈഡായിരിക്കും വീട്ടിൽ. അപ്പൊ നല്ല ആരോഗ്യവും നല്ല മനസ്സുള്ള സമയത്ത് എന്തുണ്ടാവണോ? പണം ഉണ്ടാവും. അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിക്കണം. ഇന്ന് പാലക്കാട് അല്ലെ, നാളെ എറണാകുളം, മറ്റന്നാള് കോട്ടയം, പിറ്റേന്ന് തിരുവനന്തപുരം, പിറ്റേന്ന് വീടില്ല, പിറ്റേന്ന് മൈസൂർ, അങ്ങനെ ആയിരിക്കണം. ഞാൻ 2-3 ദിവസം വയനാടായിരുന്നു. ഇന്നലെ പാലക്കാട് സ്റ്റേ ചെയ്തു, നാളെ എറണാകുളത്താണ്, മറ്റന്നാള് കുമരകം എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലെ, നല്ല കരിമീൻ പൊള്ളിച്ച സാധനം അടിപൊളി കിട്ടുന്ന സ്ഥലം. അപ്പൊ അങ്ങനെ ജീവിക്കുന്നതല്ലേ അടിപൊളി അല്ലെ? അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്ന പല ആളുകളും. അപ്പൊ അതിന് യാത്രകൾ പോവാം. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഫിജി കാർഡ് തിരഞ്ഞെടുക്കാം അല്ലെ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫിജി കാർഡ് തിരഞ്ഞെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈക്ക് വാങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം? ഇനി കാറ് വാങ്ങാനോ പൈസ ഉണ്ടാക്കണം. പക്ഷെ ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? അല്ല. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാൻ 2020-ലാണ് ഫിജി കാർഡിൽ വന്നത്. 10 വർഷം കൊണ്ട് എനിക്ക് 30 വർഷം പണിയെടുത്താൽ സമ്പാദിക്കാൻ പറ്റുന്നത് എനിക്ക് സമ്പാദിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് തെറ്റാണോ? അല്ല. പക്ഷെ അത് നേടുക എന്ന് പറയുന്നത് വളരെ ഈസി ആണോ? ഞാൻ ചിന്തിച്ചൊരു കാര്യം ഉണ്ടല്ലോ, എന്നിവിടെ MC പ്ലാൻ ഇവരൊക്കെ ഭയങ്കര പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. ഞാൻ ഇവരുടെ അടുത്തേക്ക് ഒന്നും എത്തില്ല, സത്യസന്ധമായിട്ട് പറയാം അല്ലെ. പക്ഷെ ഫിജി കാർഡിന് ഒരു പ്രത്യേകത ഉണ്ട്. കഴിവുള്ള ആളുകളെ കണ്ടെത്താനുള്ള കഴിവ് ഉള്ള ആളുകൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പ്രായമുണ്ട്, പ്രായം കുറഞ്ഞ ആളെ കണ്ടെത്തിയാൽ മതി. നിങ്ങൾക്ക് ആളുകൾ മുന്നിൽ സംസാരിക്കാനൊക്കെ വലിയ മടിയാണ്, സംസാരിക്കാൻ മടിയില്ലാത്ത ആളുകളെ കണ്ടെത്തിയാൽ മതി. അപ്പൊ ഈ തരത്തിലേക്ക് അല്ലെ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാണ്, വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകളെ കണ്ടെത്തിയാൽ മതി. നിങ്ങൾക്ക് സമയമുള്ള ആളുകളെ കണ്ടെത്തിയാൽ മതി അല്ലെ. അങ്ങനെ ഫ്ലെക്സിബിൾ ബിസിനസ് അല്ലേ, ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ എനിക്കത് മനസ്സിലായി. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്തു. ആദ്യത്തെ 1 വർഷം വലിയ സമ്പാദ്യം നേടാൻ സാധിച്ചില്ല. 1 ലക്ഷം രൂപ എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചത്. പക്ഷെ പിന്നീട് ഇതിന്റെ സാധ്യത മനസ്സിലാക്കി. അതുവരെ അറിയില്ല, നമ്മൾ അറിയാതെ എത്തിപ്പെട്ട ഒരു മേഖലയാണല്ലോ അല്ലെ, പഠിച്ചു വന്നൊന്നല്ല. എനിക്കൊന്നും ഇവിടെ വന്നിരിക്കുന്ന ആളുകളും വളരെ യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടായിരിക്കും. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്തു. ആ 30 വർഷം കൊണ്ട് ഉണ്ടാക്കേണ്ടത് ഏകദേശം 5 വർഷം കഴിയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 1 കോടിക്ക് മുകളിൽ ഓൾറെഡി എന്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. 1 കോടി എന്ന് പറഞ്ഞാൽ 100 ലക്ഷമാണ്. ഉണ്ടെങ്കിലേ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനത്തെ മീറ്റിങ്ങിലൊക്കെ പല ആളുകളും വെറുതെ പറയുന്നതാണോ? എന്നോട് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. ഇത്രയും ഓപ്പൺ ആയിട്ട് പറയുന്നു അല്ലെ. അപ്പൊ ഇത് ടാക്സ് അടയ്ക്കുന്ന പൈസയാണ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് വളരെ ഈസി ആണോ? ഈ 30 വർഷം കൊണ്ട് എടുക്കേണ്ട പണി 5 വർഷം കൊണ്ട് ആരെടുത്തിട്ടുണ്ട്? ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം ആർക്കുണ്ട്? എനിക്കുണ്ട്. വളരെ സിമ്പിൾ അല്ല. നിങ്ങൾക്ക് ഒരു മാസം ഒരു 10,000 വാങ്ങിക്കാൻ വളരെ ഈസിയാണ് ഫിജി കാർഡിലൂടെ. എനിക്ക് തോന്നുന്നു ഒരുപാട് വീട്ടമ്മമാരിവിടെ ഉണ്ടല്ലേ. നമുക്ക് പാലിന്റെ പൈസ, കുടുംബശ്രീ, ഇതൊക്കെ ഞാനിതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എന്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ എന്നൊക്കെ ലോണില്ലേ 15,000-20,000 കിട്ടും. വർക്കിന് പോകാൻ പൈസ വേണ്ടേ? ആ സമയത്ത് പൈസ ഒന്നും ഉണ്ടാവില്ല, കാരണം ജോലി EMI-ലേക്ക് പോകും. പിന്നെ ലോൺ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലെ. ലോൺ ഉള്ളവരുണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? ഇല്ലേ? അത് വല്ലാത്തൊരു ഫീലിംഗ് അല്ലെ. ലോൺ ഉണ്ടെങ്കിൽ ഇത് അടച്ചാൽ തീരില്ല. അതിന്റെ ഒരു പ്രത്യേകതയാണല്ലേ, ഇത് അടച്ചാൽ തീരില്ല. നമ്മുടെ ജീവിതം എങ്ങനെ തീരും, പക്ഷെ ലോൺ തീരില്ല. കാരണം എന്താ? 10,000 അടച്ചാൽ 6,000 പലിശ അല്ലെ, 5,000, 4,000 മുതലിലേക്ക് പോകുന്ന ഒരു സിസ്റ്റത്തിൽ, അതാണ് ലോണിന്റെ ഒരു സിസ്റ്റം. അപ്പൊ അത് വലിയ സുഖമുള്ള പരിപാടി അല്ല. ലോണൊന്നും ഇല്ലാതെ ജീവിക്കുന്നതാണ് നല്ലത്. ഞാൻ പറയാൻ കാരണം, നമ്മൾ എന്ത് സമ്പാദിക്കാന്നുള്ളതല്ല, കടബാധ്യത ഒന്നും ഇല്ലാതെ ജീവിക്കാൻ അല്ലെ. നല്ലൊരു വീടൊക്കെ വെച്ച്, വണ്ടിയൊക്കെ വാങ്ങിച്ച്, നമ്മളെ ഫാമിലിയോടൊപ്പം ഒക്കെ ചില്ല് ചെയ്തില്ലേ. ഇപ്പൊ ഞാൻ ഇന്നലെ ഞാനൊക്കെ വയനാട് എന്റെ ഫാമിലിയോടൊപ്പം ഇങ്ങനെ കളിച്ചിരിച്ച് വയനാടായിരുന്നു അല്ലെ. ഒന്ന് കഴിഞ്ഞ് വീട്ടിൽ പോയി വീണ്ടും അടുത്ത യാത്രകളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അത് എളുപ്പമാണോ? അല്ല. നമ്മൾ എങ്ങനെ ജീവിക്കുന്നത്? ഈ മാസം EMI അടയ്ക്കാനുണ്ട്, അത് എങ്ങനെ അടയ്ക്കും? ബൈക്ക് ലോൺ ഉണ്ട്, അത് എങ്ങനെ അടയ്ക്കും?
കാറിന്റെ ലോൺ ഇല്ലേ, അതെങ്ങനെ അടയ്ക്കും അല്ലേ? ഒരു ബീച്ചിൽ പോയാൽ സമാധാനമില്ല, മനസ്സിൽ ഈ ലോണാണ് ഉണ്ടാവുക അല്ലേ? കുടുംബശ്രീയുടെ ലോൺ അല്ലേ, ഇത് എങ്ങനെ അടയ്ക്കും? സംഭവം മാസം 10 200 അല്ലെ ആഴ്ചയിൽ 200 മതി, പക്ഷെ ഇത് കിട്ടണ്ടേ? ഹസ്ബൻഡിനോട് ഇല്ലേ കൈ നീട്ടുന്നതിന് ഒരു പരിധി ഇല്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ ഞാനിത് പറയാൻ കാരണം ഫിജിക്കാർഡ് 6 തരത്തിലുള്ള വരുമാനമുണ്ട് അല്ലെ. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ വൈറ്റപ്പിലേക്ക് കടക്കല്ലേ. 6 തരത്തിലുള്ള വരുമാനമുണ്ട്. നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എത്ര വരുമാനം കിട്ടും? 1 ശമ്പളം അല്ലേ, 2 കിമ്പളം, അത് എല്ലാ മേഖലയിലും കിട്ടില്ല. 3 ബോണസ് അല്ലേ, എന്തെങ്കിലും ഓണം വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോണസ് കിട്ടും, അതാണ് കൂടുതൽ കിട്ടുക. അപ്പൊ 2 3 തരത്തിലുള്ള വരുമാനം ഉള്ളൂ അല്ലെ. ഫിജിക്കാർഡിനകത്ത് നിങ്ങൾക്ക് എത്ര തരത്തിലുള്ള വരുമാനം ഉണ്ട്? 6 തരത്തിലുള്ള വരുമാനം ഉണ്ട്. അത് കിട്ടുമോ? കിട്ടുമോ? കിട്ടും. അത് വാങ്ങുന്ന ഒരാളാണ്. 6 തരത്തിലുള്ള വരുമാനം ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ആനുവൽ പ്രോഫിറ്റിന്റെ 0.5 വാങ്ങിക്കുന്നില്ല, അത് എല്ലാം കിട്ടും. പക്ഷെ അവിടെ എത്തിയാലേ കിട്ടുള്ളൂ അല്ലെ. എവിടെ എത്തണം? ഓരോ റാങ്കിൽ എത്തിയാലേ നമുക്കത് കിട്ടുള്ളൂ അല്ലെ. 1ാമത്തെ റാങ്കിൽ എത്തിയ എല്ലാ പ്രശ്നവും തീരുമോ? 10,000 റുപ്യ കിട്ടുക, തീരുമോ? ഇല്ല. 2ാമത്തെ റാങ്കിൽ എത്തിയാലോ 20,000 തീരൂല അല്ലെ. 3ാമത്തെ റാങ്കിൽ എത്തിയാലോ തീരൂല. അപ്പൊ എവിടെ എത്തണം തീരണമെങ്കിൽ അല്ലെ? ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഇത് എവിടെ എത്തണം തീരണമെങ്കിൽ അല്ലേ. ഞാൻ വിചാരിച്ചു 13 എത്തണം, എന്നാലേ പ്രശ്നം തീരും അല്ലെ. ഞാൻ 11ാമത്തെ റാങ്കിലാണ്. ഇപ്പൊ എനിക്ക് ഒരു 40 ലക്ഷത്തിന്റെ ഒരു വീട് സ്വന്തമായിട്ടുണ്ട്, എന്റെ സ്വന്തം വീടാണ്. ഒരു 10 ലക്ഷത്തിന്റെ വണ്ടി എനിക്ക് സ്വന്തമായിട്ടുണ്ട്, അത് സ്വന്തമാണ്, അടവൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ 11ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു 12 ലക്ഷം രൂപയോളം ലോൺ ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അപ്പം നമുക്ക് ഏത് റാങ്കിൽ എത്തിയാലാണ് നമ്മുടെ പ്രശ്നം തീരല്ലേ? 3ാമത്തെ റാങ്കിൽ എത്തിയാൽ തീരുമോ? ചിലപ്പോൾ കുറെ പ്രശ്നങ്ങൾ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഒരു മാസം ഒരു 15,000 20,000 കിട്ടുകയാണെങ്കിൽ അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് അങ്ങോട്ടില്ലേ 5 6 6ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റൈഡർ ഫണ്ട് അല്ലേ. എത്രയാ? 50,000 അല്ലേ. അപ്പൊ അതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ 6ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ബൈക്ക് ഫണ്ട് കാത്തു നിൽക്കാതെ തന്നെ ബൈക്ക് വാങ്ങിക്കാൻ സാധിക്കും. 6ാമത്തെ റാങ്കിൽ എത്തിയാൽ പ്രശ്നങ്ങൾ തീരുന്ന ആളുകൾ ഇതിനകത്ത് ഉണ്ടാവും അല്ലേ. ഫിജിക്കാർഡിൽ വന്ന് അല്ലേ ചിന്താഗതി എവിടെ എത്തിപ്പോയി അല്ലേ. ഇത് കേൾക്കുന്ന സമയത്തിൽ ഇവിടെ കോടികളുടെ കഥയാണല്ലോ പറയുന്നത്. അപ്പൊ ലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെ ഒരു 5-6 ലക്ഷം. ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പൊ നമ്മുടെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ലക്ഷങ്ങളെ വലുപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ ബാങ്കിൽ എത്ര ഉണ്ട് അല്ലെ. ചിലപ്പോൾ 500 ആണോ 1000 ആണോ 50,000 ആണോ 5 ലക്ഷം എനിക്കറിയില്ല. എത്രയാണെങ്കിലും നമുക്ക് അതിന്റെ വലുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഹാപ്പിയാണോ? അല്ല, എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോവുമായിരിക്കും. മാസം ആരുടെ മുന്നിൽ കൈ നീട്ടാനും പറ്റില്ല. കാരണം എന്താ, ശമ്പളം കിട്ടുന്ന ആളല്ലേ, പിന്നെ വായ്പ വയ്ക്കാനൊക്കെ ഒരു മടിയായിരിക്കും. വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ലൈഫായിരിക്കും ജോലിക്കാരുടെ അവസ്ഥ. മറ്റ് ഇൻകം സോഴ്സ് ഇല്ല. അപ്പൊ നിങ്ങൾ ഇന്നിവിടെ വന്നത് ഇത് എനിക്ക് പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും പല ആളുകളും ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പം ഈ തിരക്കിനിടയിലൊക്കെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരിക്കും ഇവിടെ വന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കൊക്കെ ചെയ്യാം, ഏത് കാറ്റഗറിയിലെ ആളുകൾക്കും ചെയ്യാം അല്ലെ. ഏജും പ്രശ്നമല്ല അല്ലെ, പ്രായ പ്രശ്നമല്ല, വിദ്യാഭ്യാസം പ്രശ്നമല്ല, അതൊക്കെ കുറവുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സീരിയസ് ആയിട്ട് അല്ലെ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറെ ആളുകൾ പറഞ്ഞില്ലേ മലേഷ്യ ട്രിപ്പ് ഒക്കെ അച്ചീവ് ചെയ്തു അല്ലെ. കുറെ പേരില്ലേ, എവിടെ ഉണ്ടോ ആരെങ്കിലും ഒക്കെ നിയമിച്ചേ? 2 പേരാ 3 പേര് അല്ലെ. 3 പേര് നല്ലൊരു ഐഡിയ കൊടുത്തേ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലേ, എൻ്റെ ഒരു സജഷനാണ്. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ നാട്ടിൽ ഒരു ഫ്ലക്സ് അടിച്ചു വെക്കുക, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ നിന്ന് മലേഷ്യയിലേക്ക്. എന്തിനത്? വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ. അത് എന്തിനായിരിക്കും ഞാൻ പറഞ്ഞത്? മറ്റുള്ള ആളുകളൊക്കെ കാണട്ടല്ലേ എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് അല്ലേ. കാരണം നമുക്കൊരു അവസരം കിട്ടി, ആ അവസരത്തിലൂടെ അച്ചീവ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലേ കുറെ പേര്, എത്രയോ പേര് അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ഒരു ട്രിപ്പ് ഇപ്പൊ പാലക്കാട് തന്നെ എത്രയോ പേര് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1ാമത്തെ വരുമാനം എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. വളരെ കൃത്യമായിട്ട് രചിതാടം പറഞ്ഞ് ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും അതിന്റെ ഒരു ലാഭം നമുക്ക് ലഭിക്കുന്നുണ്ട്, അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ് അല്ലെ. 2ാമത്തെ നമ്മുടെ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്താം. അവരുടെ ഫാമിലിയിലേക്ക് കടകൾ രജിസ്റ്റർ ചെയ്ത് നൽകുന്ന സമയത്ത് അവരെപ്പോലെ, ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് ഒരു കട കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം ജീവിതകാലം മുഴുവൻ എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും അതിന്റെ ഒരു ലാഭം ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും അല്ലെ. അങ്ങനെ 2020 ഒരു കടയിൽ നിന്ന് തുടങ്ങി ഒന്ന് 10,000 100,000 1000 10,000 ഇന്ന് ഏകദേശം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഏകദേശം 60,000 ഫാമിലിയിലേക്ക് എന്റെ ബിസിനസ് എത്തി നിൽക്കുന്നു. ഈ ലക്ഷങ്ങൾ എന്ന് പറയുന്നത് വലിയ ഫിഗറാണ്. പക്ഷെ കുറെ ആളെടുത്തുനിന്ന്
കുറച്ച് പൈസ കിട്ടിയാൽ മതി. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്, ഇപ്പൊ നമുക്ക് 50,000 ആളെടുക്കുന്ന 1 രൂപ കിട്ടിയ എത്രയാ? 50,000 ആണല്ലേ. 50 പൈസ കിട്ടിയാലോ 25,000 അല്ലേ. 25 പൈസ കിട്ടിയാലോ 12,500 അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ചെറിയ ഫിഗർ ആണെങ്കിലും ഒരുപാട് അല്ലേ. ഞാൻ എങ്ങനെ ഇത്രയും പൈസ വാങ്ങിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? കുറെ ഫിഗറിൽ നിന്ന് ചെറിയ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്കതൊരു വലിയ ഫിഗർ ആയിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ 3ാമത്തെ റാങ്കിൽ എത്തിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അല്ലെ ഒരു 40,000-40,000 രൂപ ഫിജി കാർഡിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് എല്ലാ മാസവും മന്ത്ലി പെർഫോമൻസ് നിശ്ചിത ക്രൈറ്റീരിയ ഫിൽ ചെയ്താൽ ലഭിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് 3ാമത്തെ റാങ്കിൽ. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറേഷൻ ബോണസ് ആണ്. പിന്നീട് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് അല്ലേ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇവിടെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് പറഞ്ഞ സമയത്ത് എത്ര ഉണ്ട്? അത് എത്ര ഉണ്ട്? 50,000 ബൈക്ക് ഫണ്ട് അല്ലേ, 5 ലക്ഷം കാർ ഫണ്ട് അല്ലേ, 10 ലക്ഷം ഇന്റർനാഷണൽ അല്ലേ, 50 ലക്ഷം അല്ലേ. അപ്പൊ 1,65,00,000 എന്തുണ്ട്? അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. നമുക്ക് അവിടെ ഒന്നും കിട്ടണം. നമുക്ക് തൽക്കാലം അല്ലേ പലർക്കും ഒരു 10 ലക്ഷമോ 15 ലക്ഷമോ കിട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്നോട് പലരും ചോദിക്കലുണ്ട്, സാർ ഈ ജോലിയൊക്കെ റിസൈൻ ചെയ്താൽ ഫിജി കാർഡിൽ വിജയിക്കാൻ പറ്റുമോ? എനിക്ക് അതിനുള്ള ഉത്തരം അറിയില്ല. പറ്റുമോ? ജോലി റിസൈൻ ചെയ്താൽ ഫിജി കാർഡിൽ വിജയിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, വളരെ സീരിയസ് ആയിട്ട് ഫിജി കാർഡ് ചെയ്തു കഴിഞ്ഞാൽ 10-30 വർഷം കൊണ്ട് സമ്പാദിക്കേണ്ടത് ഒരു 10 വർഷത്തിനുള്ളിൽ ഫിജി കാർഡിന് സമ്പാദിക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് വാങ്ങിയിട്ടുള്ള ആളായതുകൊണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 50,000 രൂപയാണെങ്കിൽ രണ്ടാമത്തത് 5 ലക്ഷം രൂപയാണ് കാർ ഫണ്ട്. 5 ലക്ഷം രൂപയാണ് അല്ലെ. അപ്പൊ നമുക്കിതൊന്നും ആഗ്രഹമില്ലായിട്ടല്ല, നമുക്ക് പൈസ ഇല്ലാത്തതിനെ കൊണ്ടാണ് നമുക്കിതൊന്നും വാങ്ങിക്കാൻ സാധിക്കാത്തത് അല്ലെ. ആഗ്രഹമുള്ളവരാണ് അല്ലേ? അല്ലേ? ബൈക്ക് വാങ്ങാൻ ആഗ്രഹമല്ലേ? അല്ലേ? ഉണ്ട്. ഓ, എനിക്കറിയാം ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഏകദേശം 2 വർഷം മുന്നെയാണ് എന്റെ അമ്മയ്ക്ക് ബൈക്ക് വാങ്ങിക്കൊടുത്തത്. ലൈസൻസ് ഏകദേശം 4-5 പ്രാവശ്യം സ്റ്റമ്പൊക്കെ തട്ടിയിട്ടിട്ട് അവസാനം ഡ്രൈവിംഗ് സ്കൂളിലെ പഠിപ്പിക്കുന്ന ആളിനോട് പറഞ്ഞു, ഇനി അമ്മയോട് വരണ്ടെന്ന് പറയുന്നു. ഞാനൊരു 5,000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തു, എങ്ങനെങ്കിലും ഒന്ന് പാസ്സായി. അവസാനം ലൈസൻസ് കിട്ടി. ഇപ്പൊ പുതിയ വണ്ടി എടുത്തിട്ട് ഏകദേശം 2 വർഷമായി. അപ്പൊ ഞാനിത് പറയാൻ കാരണം, പല വീട്ടമ്മമാരുടെ മനസ്സിലും ഒരു ബൈക്ക് എടുത്താൽ കൊള്ളാമൊക്കെ ഉണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ ഞാനിതെങ്ങനെ പറയും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലേ. ആഗ്രഹങ്ങൾ ഇവിടെ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകരുത്. ആഗ്രഹങ്ങളെല്ലാം നേടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടുന്ന് പോകണം. അതുകൊണ്ടാണ് അല്ലെ. ആഗ്രഹമുള്ളവരൊന്ന് കൈ വന്നിച്ച് ബൈക്ക് എടുക്കാൻ. ഈ കഥ പറഞ്ഞത് കൊണ്ടാണല്ലേ കൈ ഒന്നുമില്ല, എനിക്കറിയാം അല്ലെ. അതിൽ മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇപ്പൊ പലരും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പണ്ടൊക്കെ ചുരിദാർ ഇടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അല്ലെ. ഇന്ന് എല്ലാം അല്ലെ ഏജ് ആയി കഴിഞ്ഞാൽ ചുരിദാർ ഇട്ടാൽ കേരളത്തിലാണേ പറയുന്നത് അല്ലെ നടക്കാറുള്ളത് അല്ലെ. ശ്രദ്ധിക്കാറില്ലേ? ഞാൻ നിങ്ങളെ ഉദ്ദേശമല്ല പറഞ്ഞത് അല്ലെ. പലരും ചുരിദാർ ഇട്ടവർ എന്നെ നോക്കുന്നുണ്ട് അല്ലെ. ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാനൊരു കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അല്ലെ അങ്ങനെയാണ്. കാലഘട്ട കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അല്ലേ? പണ്ട് ഷാൾ ഇട്ടായിരുന്നു, ഇപ്പോഴോ ഷാൾ തിരഞ്ഞാൽ തന്നെ കാണില്ലേ. കാരണം കാലഘട്ടം മാറി, കൾച്ചർ മാറിയില്ലേ. സ്റ്റുഡിയോ ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയില്ലേ. വിശാൽ മാർട്ടൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ പോകും അല്ലെ. ഒരു വെസ്റ്റേൺ അല്ലെ കൾച്ചറിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ പ്രായം ഒരു മാറ്ററേ അല്ല. ഇനിയുള്ള സമയത്ത് എന്ത് ചെയ്യാം, വെറുതെ 10-50 വർഷമൊന്നും അല്ലേ നമ്മൾ ടൈം 5,000-10,000 പണിയെടുക്കാതെ ഉള്ള ജോലി ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത്. വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതിനെ നമ്മൾ മാറ്റി വെക്കുക. നമുക്ക് അല്ലേ എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം അടുത്ത 10 ലക്ഷം രൂപ അല്ലെ ഏത് റാങ്കിൽ എത്തിയാലും കിട്ടുക? ZSDM എന്ന് പറയുന്ന റാങ്കിൽ 0.5 കിട്ടും അല്ലെ. അപ്പൊ ഞാനിത് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എല്ലാം